മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യയുടെ മുൻ നായകൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വാർത്തകൾ സസ്പെൻസ് ആയിട്ടാണ് ആരാധകരെ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ വിരമിക്കൽ വാർത്ത ക്രിക്കറ്റ് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിനും ക്രിക്കറ്റ് ആരാധകർക്കും തീരാനഷ്ടമായിരുന്നു ധോണിയുടെ വിരമിക്കൽ വാർത്ത. ലോകകപ്പിലെ സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ട ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. എന്നാൽ IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ധോണി നിറസാന്നിധ്യമാണ്. MS ധോണി നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് IPL 2023-ൽ കിരീടം സ്വന്തമാക്കിയിരുന്നു. രവീന്ദ്ര ജഡേജ നേടിയ വിജയ റൺസോടെയാണ് CSK അവരുടെ 5ാം IPL കിരീടം നേടിയത്. ആ നിമിഷം മുതൽ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം ധോണി IPL-ൽ നിന്ന് വിരമിക്കുമോ ഇല്ലയോ എന്നായിരുന്നു. Well, you have decided it's my last. തന്റെ 5ാം IPL കിരീടം നേടിയ ശേഷം വിരമിക്കൽ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയം ഇതായിരിക്കുമെന്നാണ് മത്സരത്തിന് ശേഷമുള്ള ചടങ്ങിനിടെ ധോണി സൂചിപ്പിച്ചത്. എന്നാൽ അടുത്ത സീസണിൽ താൻ മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് ധോണി ആരാധകരെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ IPL-ൽ ധോണിയുടെ മാച്ചിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് മഹേന്ദ്ര സിംഗ് ധോണി. ഇപ്പോൾ ഇതാ മുൻ ബിസിനസ് പാർട്ണർമാർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ആർക്ക സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ മിഹിർ ദിവാകർ, സൗമ്യ വിശ്വാസ് എന്നിവർക്കെതിരെയാണ് ധോണി റാഞ്ചി കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനായി 2017-ൽ ധോണിയുമായി ദിവാകർ കരാർ ഏർപ്പെട്ടിരുന്നു. എന്നാൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ദിവാകർ പരാജയപ്പെട്ടു. ഒരു ഫ്രാഞ്ചൈസി ഫീസും ഉടമ്പടിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ലാഭം പങ്കിടാനോ ആർക്ക സ്പോർട്സ് ബാധ്യസ്ഥനായിരുന്നു. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല എന്നാണ് ധോണി പറയുന്നത്. നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും കരാറിൽ വ്യക്തമായ നിബന്ധനകളും വ്യവസ്ഥകളും അവഗണിക്കപ്പെട്ടു. തൽഫലമായി 2021 ഓഗസ്റ്റ് 15-ന് ആർക്ക സ്പോർട്സിന് അനുവദിച്ച ധാരണാപത്രം ധോണി അസാധുവാക്കി. നിരവധി ലീഗൽ നോട്ടീസുകൾ അയച്ചെങ്കിലും ഫലമുണ്ടായില്ല. ധോണിയെ പ്രതിനിധീകരിച്ച് VD അസോസിയേറ്റ്സിന്റെ ദയാനന്ദ് സിംഗ് ആണ് തങ്ങളെ ആർക്ക സ്പോർട്സ് കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു. തൽഫലമായി 15 കോടിയിലധികം നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആർക്ക സ്പോർട്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതിനു ശേഷം മഹിർ ദിവാകർ തന്നെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്ന് ആരോപിച്ച് ധോണിയുടെ സുഹൃത്ത് ചിറ്റു എന്നറിയപ്പെടുന്ന സീമന്ത് ലോഹാനിയെയും പരാതി നൽകിയിട്ടുണ്ട്. അടുത്തിടെയാണ് ധോണി ദുബായിൽ പുതുവത്സരം ചെലവഴിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പുതുവത്സരത്തെ വരവേൽക്കുന്നതിനാണ് ധോണി ദുബായിലെത്തിയത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തും യാത്രക്കിടെ ധോണിക്കൊപ്പം ഉണ്ടായിരുന്നു. ദുബായിൽ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കുമൊപ്പമാണ് ധോണി ക്രിസ്മസ് ആഘോഷിച്ചത്. ഡിസംബർ 19-ന് UAE-ൽ ഇന്ത്യയിൽ നടന്ന IPL 2024 മിനി ലേലത്തിനായി ദുബായിൽ എത്തിയതാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്ത് ധോണിക്കൊപ്പം ഇതിനുശേഷം ചേരുകയായിരുന്നു. 41-ാം വയസ്സിൽ കഴിഞ്ഞ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ 5ാം IPL കിരീടത്തിലേക്ക് നയിച്ചാണ് ധോണി കിരീടം ചൂടിയത്. ഈ വർഷവും ടീമിനെ നയിക്കുന്നത് ധോണി തന്നെയാണ്. 2021 ജൂണിൽ ധോണി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അതിനാൽ ഈ സീസണിൽ കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ലായിരുന്നു. എന്നാൽ സൂപ്പർ കിങ്സ് CEO കാശി വിശ്വനാഥൻ ധോണിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും 2007 സീസൺ കളിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു.